ഭാസ്കർ ഏട്ടനാ കൊറേ ആള് ഈ ബൈക്ക് കണ്ടിട്ട്. മുസ്തഫക്ക് അറിയാലോ, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ മുസ്തഫനെ കാണാൻ വരുമെന്ന്. അല്ല, മുസ്തഫ എങ്ങോട്ട് പോകാൻ ഇറങ്ങിയതാണോ? എനിക്കൊന്ന് കുറ്റിയാടി വരെ പോണം. അത് സാരമില്ല. ഭാസ്കർ ഏട്ടൻ വന്ന കാര്യം പറ. വാ, നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം. മുസ്തഫ, ഇവൻ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ്. ആ ഒരു പാവ കല്യാണ പ്രായമായ ഒരു പെങ്ങളുണ്ട്. പോരാത്തതിന് വീട് പണിയൊട്ട് കഴിഞ്ഞിട്ടു. മുസ്തഫ വിചാരിച്ചാൽ ഇവനെ ഒന്ന് രക്ഷപ്പെടുത്താൻ പറ്റും. ഭാസ്കർ ഏട്ടൻ പറഞ്ഞു വരുന്ന എനിക്ക് മനസ്സിലായി. ഗൾഫിലേക്ക് വരണ്ടെന്ന് ഞാൻ ആരോടും പറയില്ല. പക്ഷേ അവിടുത്തെ കഷ്ടപ്പാട് കണ്ടാല് ഒരു നിമിഷം പോലും അവിടെ ആരും നിൽക്കൂല. നിങ്ങൾ എന്തെങ്കിലും ഒരു ജോലി ശരിയാക്കി തന്നാൽ മതി. എന്ത് ജോലി എടുക്കണം ഞാൻ തയ്യാറാ. എടോ, ഞാൻ പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്. ഇവിടെ ദിവസം കുറഞ്ഞത് 1000 ഉറുപ്പ്യ കൂലി കിട്ടുന്ന പണിയില്ലേ? ഇവിടെ എന്ത് പണി? അല്ലെങ്കിൽ ഇപ്പൊ എല്ലാ പണിക്കും ബംഗാളികളല്ലേ? എന്തിനേറെ പറയുന്നു, അമ്പലത്തിൽ പൂജ ചെയ്യുന്നതടക്കം ബംഗാളികളാ. എടോ, നീ പറഞ്ഞ അമ്പലത്തിൽ പൂജാരിയെ നിർത്തിയതും അതേപോലെ മറ്റെല്ലാ ജോലിക്കും ബംഗാളിയെ നിർത്തിയതും നമ്മൾ തന്നെയല്ലേ? നീ അതൊക്കെ വിടടോ, നീ ഇവന്റെ കാര്യം പറ. ഭാസ്കരേട്ടാ, ഗൾഫിലൊരു സാധാരണക്കാരന്റെ ജീവിതം എന്ന് പറഞ്ഞാല് നരകതുല്യ. ഒരു മുറിയിൽ 8ഉം 10ഉം പേര്, രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കണം. എന്നിട്ടോ മനസമാധാനത്തിലൊന്ന് കക്കൂസിലിരിക്കാനാവോ? അതും ഇല്ല. കേറുമ്പോഴേക്കും പുറത്തുനിന്ന് വാതിലിന് മുട്ടി വരും. റൂമിലെ തിരക്കെല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും ഡ്യൂട്ടി ടൈം കഴിഞ്ഞു പോകുമോ എന്നുള്ള പേടി കാരണം ബ്രേക്ക്ഫാസ്റ്റ് പോലും മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെയാണ് സാധാരണക്കാരന്റെ ഗൾഫ് ജീവിതം. ഇതൊക്കെ സഹിക്കാൻ പൊറുക്കാൻ തയ്യാറാണെങ്കിൽ വിസ ഞാൻ തരാം. പക്ഷേ 2 വർഷത്തേക്ക് നാടങ്ങോട്ട് മറന്നേക്കണം. വരുന്നത് വരെ ഗൾഫ് എന്നത് എനിക്കൊരു സ്വപ്നമായിരുന്നു. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു കേട്ടപ്പോ നാട് തന്നെയാ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നു. അല്ലടോ, ഇവിടെ വരുന്നവരെ നാളെ തന്നെ ഗൾഫിലേക്ക് പോകണമെന്ന് പറഞ്ഞ ആളല്ലേ നീ? ഭാസ്കരേട്ടാ, സ്വപ്നം കാണാൻ എളുപ്പമാണ്. പക്ഷെ കാണുന്ന സ്വപ്നങ്ങളെല്ലാം ഫലിക്കണമെന്നില്ലല്ലോ. ചുരുക്കി പറഞ്ഞാൽ നീ ഗൾഫിലേക്ക് പോക്ക് നിർത്തി അല്ലേ? എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ.